കന്യാകുമാരിയിലെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ആൻഡ് വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രസിഡന്റായിരുന്ന എ ബാലകൃഷ്ണൻ അന്തരിച്ചു. ബാലകൃഷ്ണന്റെ അന്ത്യകർമ്മങ്ങൾ 29 ശനിയാഴ്ച കന്യാകുമാരിയിൽ നടക്കും. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഒരുപാട് സേവനങ്ങൾ നൽകിയ അദ്ദേഹമാണ് ഇപ്പോൾ മൺമറഞ്ഞിരിക്കുന്നത്. എപ്പോഴായിരുന്നു മരണം സ്ഥിരീകരിച്ചത്? എന്താണ് മരണകാരണം? അശ്വതി, ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ദേഹവിയോഗം സംഭവിക്കുന്നത്. കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിൽ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കുറേ കാലമായി അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരുന്നു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ദേഹവിയോഗം സംഭവിക്കുന്നത്. നമുക്ക് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ജീവകാരുണ്യത്തിൻ്റെ അതോടൊപ്പം തന്നെ കാരുണ്യ സ്പർശത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് അദ്ദേഹം വിരാജിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വനവാസി മേഖലകളിലടക്കം അദ്ദേഹത്തിൻ്റെ സേവനം, വളരെ ശ്രദ്ധേയമായ സേവനങ്ങൾ അദ്ദേഹം നൽകുകയും ചെയ്തു. പരമേശ്വർജിക്ക് ശേഷം പരമേശ്വർജിക്ക് ശേഷമാണ് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. ലാളിത്യവും സമർപ്പണവും നിറഞ്ഞൊരു ജീവിതചര്യയായിരുന്നു ബാലകൃഷ്ണൻ്റേത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 1973 വ്യോമസേനയിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് ഏകനാഥ് റാനഡേജിയുടെ ആഹ്വാനപ്രകാരമാണ് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ആദ്യ ബാച്ചിൽ ജീവൻ വ്രതി എന്നാണ് അതിന് പറയുന്നത്. അത് പൂർണ്ണ സമയ പ്രവർത്തകരായിട്ട് വരുന്നത്. തുടർന്നിങ്ങോട്ട് ത്യാഗപൂർണ്ണമായിട്ടൊരു ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിലുടനീളം നടത്തിയിരുന്നത്. വിവിധ മേഖലകളിൽ സഞ്ചരിക്കുകയും ഇതോടൊപ്പം തന്നെ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെയുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം മുഴുകി നിന്നുകൊണ്ട് സമൂഹത്തിൽ അശരണരായിട്ടുള്ള ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നൊരു ജീവിതചര്യയായിരുന്നു അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നത്. തൃശ്ശൂർ സ്വദേശിയാണ്. 1938 മെയ് 3 തൃശ്ശൂരിലെ പഴയന്നൂരിലെ വെങ്ങാനല്ലൂരിലാണ് അദ്ദേഹത്തിന് ജനനമുണ്ടായത്. തുടർന്ന് ചേലക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ, തൃശ്ശൂർ കേരളവർമ്മ കോളേജ്, കോയമ്പത്തൂർ തുടരുക. ഇപ്പോൾ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്തേ ശ്രീ ജെ നന്ദകുമാർ, എങ്ങനെയാണ് എ ബാലകൃഷ്ണനെ താങ്കൾ ഓർത്തെടുക്കുന്നത്? ബാലകൃഷ്ണേട്ടൻ ഒരു സേവയുടെയും സമർപ്പണത്തിന്റെയും സംഘടനാ ശക്തിയുടെയും ഒരു ഉദാഹരണമായിരുന്നു. ആദരണീയനായ ഏകനാഥ് റാനഡേജിയുടെ സേവനത്തിന്റെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിന്റെ വ്യത്യസ്തമായ ചുമതലകൾ ഏറ്റെടുത്തു. ആദ്യം ജീവൻ വൃതിയായി പരിപൂർണ സമയവും വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിച്ചു. അതിനെ തുടർന്ന് പി പരമേശ്വരൻ അധ്യക്ഷനായിരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പരമേശ്വർജിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് വിവേകാനന്ദ കേന്ദ്രത്തിന്റെ സമ്പൂർണ്ണ ചുമതലയും അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. പരിപൂർണമായും വിവേകാനന്ദ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും അത് ഭാരതമാസകലം എത്തിക്കാൻ, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ മേഖലയിൽ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ വിദ്യാലയങ്ങളും അതേപോലെ ബാലാശ്രമങ്ങളും പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ തുടങ്ങുന്നതിൽ ബാലകൃഷ്ണന്റെ പങ്ക് വളരെ വലുതായിരുന്നു. എല്ലാ കാലത്തും കേന്ദ്രത്തിന്റെ പ്രവർത്തകർക്ക് ഒരു പ്രേരണയായി, ശക്തിയായി അദ്ദേഹം നിലകൊണ്ടു. അത് കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന്റെ വ്യാപനത്തിന് വളരെയേറെ സഹായകമായി തീർന്നു. കുറച്ചു നാളായി അസുഖബാധിതനായിരുന്നു അദ്ദേഹം. പക്ഷെ എന്നാൽ പോലും കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം, ഓരോ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളവും ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ ബാലകൃഷ്ണന്റെ വിയോഗം അങ്ങേയറ്റം വേദനയുളവാക്കുന്ന ഒന്നാണ്. രോഗാതുരനായിരുന്നു, അതുകൊണ്ട് അപ്രതീക്ഷിതമായിരുന്നു മരണം എന്നൊക്കെ പറയുന്നത് കേവല ആലങ്കാരികതയായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ബാലകൃഷ്ണൻ വിട്ടുപോകരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത, പ്രാർത്ഥിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അത്തരമൊരു ദിവ്യമായ സാന്നിധ്യമായിരുന്നു, അത്തരമൊരു ശക്തമായ നേതൃത്വമായിരുന്നു ആദരണീയനായ ബാലകൃഷ്ണൻ ജിയുടേത്. വളരെയധികം നന്ദി ശ്രീ ജെ നന്ദകുമാർ നമ്മളോട് പ്രതികരിച്ചതിന്. ഇനി പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് പോകാം. പ്രശാന്ത്, ലാളിത്യവും സമർപ്പണവും നിറഞ്ഞ കർമ്മയോഗി
ജീവൻ പ്രതിയായ, അതായത് കുടുംബം ഉപേക്ഷിച്ച് പൂർണ്ണസമയം സമൂഹത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ആൾ കൂടിയാണ് മൺ പറയുന്നത്. തീർച്ചയായും ഇത് സമൂഹത്തിൽ വലിയൊരു വിടവ് തന്നെ സൃഷ്ടിക്കുമല്ലേ? അശ്വതി, തീർച്ചയായും ലാളിത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്ന് ആ കാരുണ്യത്തിൻ്റെ ഒരു സ്പർശം കൂടി നടത്തിയിട്ടുള്ളൊരു വ്യക്തിത്വം കൂടിയാണ് ബാലകൃഷ്ണൻജി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ നന്ദയേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വടക്ക് കിഴക്കൻ മേഖലകളിലൊക്കെ വിവേകാനന്ദ സ്വാമിയുടെ ദർശനങ്ങൾ, അതോടൊപ്പം തന്നെ വിവേകാനന്ദ സ്വാമിയുടെ പകർന്നു നൽകിയ ആദർശങ്ങൾ അതെല്ലാം പ്രാവർത്തികമാക്കുന്നതിൽ ഒരു വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് മേഖലകളിലൊക്കെയുള്ള വനവാസി മേഖലകളിലേക്ക് ചെല്ലുകയും അവിടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആ വനവാസി മേഖലകളിലെ അടക്കം ഉദ്ധരിക്കുന്നതിനൊരു വലിയ പങ്ക് അദ്ദേഹം വഹിക്കുകയും ചെയ്തു. നമുക്ക് ഈ ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള അനേകം വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തെ ഇതിനോടകം തന്നെ അനുസ്മരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ദേഹവിയോഗം വലിയ നഷ്ടം ആണ് എന്നടക്കമുള്ള അനുസ്മരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു വിവേകാനന്ദ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജീവൻ പ്രതിയായി തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. തൃശ്ശൂരാണ് അദ്ദേഹം ജനിച്ചത്. തുടർന്നിങ്ങോട്ടാണ് ഏകനാഥ് റാനർജിയുടെ ഒരു ആദർശത്തെ പിന്തുടർന്നുകൊണ്ടാണ് പിന്നീട് ഇങ്ങോട്ട് ഈ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി എത്തുകയും തുടർന്ന് പല വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ തന്നെ പല പദവികൾ അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിരുന്നു. അതിലെല്ലാം ശോഭിക്കുകയും ചെയ്തു. തുടർന്ന് ആണ് ഇപ്പോൾ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുകയും അവിടെ ആ അധ്യക്ഷ പദവിയിലിരിക്കുകയാണ് ഇപ്പോൾ ദേഹവിയോഗം സംഭവിച്ചത്. 29-ാം തീയതി, ഈ മാസം 29-ാം തീയതിയാണ് മറ്റ് അന്ത്യകർമ്മങ്ങളടക്കം നടക്കുകയും മറ്റ് ചടങ്ങുകളടക്കം നടക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൻ്റെ നാനാതുറകളിലെ ആളുകൾ അവിടേക്ക് കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അന്ത്യവാർത്ത അറിഞ്ഞ്, ദേഹവിയോഗത്തിൻ്റെ വാർത്ത അറിഞ്ഞ് തന്നെ വിവേകാനന്ദ കേന്ദ്രത്തിലേക്ക് നിരവധി പേർ ഇതിനോടകം തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും വലിയ സങ്കടപ്പെടുത്തുന്ന ദുഃഖം ഉളവാക്കുന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടായത്. അശ്വതി, ശരി, വിവരങ്ങൾ വ്യക്തമാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ആൻഡ് വിവേകാനന്ദ ആശ്രയ കേന്ദ്രത്തിന്റെ പ്രസിഡന്റായിരുന്ന എ ബാലകൃഷ്ണനാണ് അന്തരിച്ചത്. ബാലകൃഷ്ണന്റെ അന്ത്യകർമ്മങ്ങൾ 29-ാം തീയതി ശനിയാഴ്ച കന്യാകുമാരിയിൽ നടക്കും. എന്തായാലും സമൂഹത്തിന് വേണ്ടി എത്രയധികം നാൾ സേവനം അനുഷ്ഠിച്ച ഒരു കർമ്മയോഗിയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത്.